അതല്ല BJP അധികാരത്തിൽ വരുമെന്ന് പറയുന്ന ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ 1 കോടി രൂപക്ക് അവരോട് ബെറ്റ് വെക്കാൻ ഞാൻ തയ്യാറാണ്. തയ്യാറുള്ള പത്രമാധ്യമ കമ്പനികളുണ്ടെങ്കിൽ 50 ലക്ഷത്തിന്റെ DD എടുത്തിട്ട് അവരൊന്ന് മുന്നോട്ട് വരട്ടെ. തിരിച്ചാണ് ഫലമെങ്കിൽ എനിക്ക് 50 ലക്ഷം തന്നാൽ മതി. തിരിച്ച് 1 കോടി രൂപ അവരോട് ഈ പന്തയത്തിന് തയ്യാറാണ്. നമസ്കാരം. എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിയായാൽ 1 കോടി രൂപ തരാമെന്ന് PV അൻവർ MLA. ഏത് സ്ഥാപനത്തോട് വേണമെങ്കിലും പന്തയം വെക്കാമെന്നും തോൽക്കുന്നവർ 50 ലക്ഷം രൂപ തന്നാൽ മതിയെന്നും അദ്ദേഹം പറയുന്നു. എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്ന ശേഷം തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം പങ്കുവച്ചിരിക്കുന്നത്. എക്സിറ്റ് പോൾ തീർത്തും രാഷ്ട്രീയ താല്പര്യങ്ങളോടെ പുറത്തുവരുന്ന ഒന്നാണ്. അത് കണ്ട് പലരും നിരാശരാകുന്നതും ദുഃഖിക്കുന്നതും കണ്ടു. അത് ഇന്ത്യയുടെ രാഷ്ട്രീയ സ്ഥിതി പരിഗണിച്ചുള്ള ഒന്നല്ല. നിങ്ങളാരും ഈ എക്സിറ്റ് പോളുകൾ കണ്ട് നിരാശപ്പെടേണ്ടതില്ല. ഒരുപാട് എക്സിറ്റ് പോളുകളും സർവേകളും കണ്ടവരാണ് നമ്മളെല്ലാവരും. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. 2016 അധികാരത്തിൽ വന്ന നമ്മുടെ ഗവൺമെന്റ്, പിണറായി സർക്കാർ, 2021 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും അതിനു മുമ്പ് നടന്ന സർവേ ഫലങ്ങളും 100 സീറ്റില് UDF അധികാരത്തിൽ വരും എന്നായിരുന്നു എക്സിറ്റ് ഫലങ്ങളിൽ അതുപോലെ തന്നെ സർവേകളിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ത്യയിൽ കാലങ്ങളായി കർഷകർ സമരം ചെയ്യുകയാണ്. കേന്ദ്ര സർക്കാർ തീർത്തും നിഷേധാത്മക സമീപനമാണ് അവരോട് കാണിക്കുന്നത്. അംബാനി അദാനി കൂട്ടുകെട്ടും മണിപ്പൂർ വിഷയവും തൊഴിലില്ലായ്മയും വർഗീയതകളും ഒക്കെ ജനം നിരീക്ഷിക്കുന്നുണ്ട്. നിരന്തരമായ കർഷക സമരങ്ങൾ രാജ്യം കണ്ടതാണ്. ഇപ്പോഴും കർഷക സമരത്തിലാണ്. ഇത് തന്നെ ഇന്ത്യയിലെ പൊതുവായിട്ടുള്ള BJPയുടെ നയത്തിനെതിരെ ഇന്ത്യയിലെ കർഷകർ ശക്തമായ നിലപാട് എല്ലാ സംസ്ഥാനത്തും എടുത്തു എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ആ കർഷക ജനതയുടെ വികാരത്തിനെതിരായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലം ഒരിക്കലും ഇന്ത്യയിൽ പ്രതീക്ഷിക്കാൻ കഴിയില്ല. രണ്ടാമത്തെ കാര്യം തൊഴിലില്ലായ്മയാണ്. ഞാനത് വിശദീകരിക്കുന്നില്ല. UP-യിലടക്കമുണ്ടായ മാറ്റത്തിന്റെ പ്രധാന കാരണമായി ജാതി മത സമവാക്യങ്ങളിൽ വിശ്വാസം അർപ്പിച്ചിരുന്ന BJPക്ക് വലിയ തിരിച്ചടിയായി. അവിടുത്തെ തൊഴിലില്ലായ്മ വലിയ വിഷയമായി തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. എക്സിറ്റ് പോളിലേതുപോലെയുള്ള ഫലം വരുന്ന രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ളത്. BJPക്ക് ഉണ്ടായിരുന്ന മേൽക്കൈ തെരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ ഇല്ലാതായി. ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഏറ്റവും അധികം കടക്കണിയിലായത് ഇക്കഴിഞ്ഞ 10 വർഷത്തിലാണ്. കർഷകർ ഓരോ ദിവസവും ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന സ്ഥിതി വിശേഷമാണ്. ആ കർഷക ജനതയുടെ വികാരത്തിനെതിരായ ഒരു തെരഞ്ഞെടുപ്പ് ഫലം ഒരിക്കലും വരില്ല. ഇനിയുള്ള 3 ദിവസങ്ങളിൽ അംബാനി അദാനി കമ്പനികൾക്ക് ഷെയർ മാർക്കറ്റിൽ ഇടിവ് സംഭവിക്കാതിരിക്കാനാണ് ഇത്തരത്തിലുള്ള ഒരു എക്സിറ്റ് പോൾ ഫലം വന്നതെന്ന് മാത്രമേ മനസ്സിലാക്കേണ്ടതുള്ളൂ എന്നും PV അൻവർ പറയുന്നു. ഒരു തെരഞ്ഞെടുപ്പ് എക്സിറ്റ് പോൾ റിപ്പോർട്ട് വന്നു എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഞാനതിൽ മനസ്സിലാക്കുന്നത് ഇതിലെ ഒരു ഫൗൾ പ്ലേ ആണ്. കാരണം തിരഞ്ഞെടുപ്പ് റിസൾട്ട് വരാൻ ഇനിയും 3-4 ദിവസങ്ങൾ, 4-ാം തീയതി വൈകുന്നേരത്തോടു കൂടിയാണ് റിസൾട്ട് പരിപൂർണമാകുകയുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ടത് BJP അടിപതറുന്നു, NDA പരാജയത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇന്ത്യയിലെ പ്രബലമായ കോർപ്പറേറ്റ് കമ്പനികളുടെ ഷെയറുകളിൽ വലിയ തകർച്ചയുള്ളതായിട്ട് ആണ് ഓരോ ദിവസവും വരുന്ന റിപ്പോർട്ട്. അപ്പോൾ അംബാനി അദാനിമാരെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നമുക്കറിയാം. അംബാനി അദാനിമാർ കൈകാര്യം ചെയ്യുന്ന റിയൽ എസ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള പെട്രോളിയം മേഖല ഉൾപ്പെടെയുള്ള ഷെയർ മാർക്കറ്റുകളിൽ കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് അവരുടെ ഷെയർ വാല്യൂയുടെ ഇടിവ് ബില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ നഷ്ടമാണ് ആ കമ്പനികൾക്കൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ കൂടി ഇപ്പോൾ നാട്ടിൽ നടക്കുന്ന BJPയുടെ പരാജയത്തിന്റെ രാഷ്ട്രീയ ചർച്ച എക്സിറ്റ് പോൾ ഫലത്തിൽ കൂടി അത് പ്രതിഫലിച്ചാൽ ഈ പറയുന്ന അംബാനി അദാനിമാരികൾക്ക് അവരുടെ ഇനിയുള്ള 3 ദിവസങ്ങൾ അവരുടെ ഷെയർ മാർക്കറ്റുകൾ പിടിച്ചു നിർത്താൻ കഴിയില്ല എന്നത് വലിയ വസ്തുതയാണ്. ബില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ നഷ്ടങ്ങൾ അവർക്കുണ്ടാവും. സ്വാഭാവികമായും ഈ ഇടിവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ഷെയറുകൾ പിടിച്ചു നിർത്തുക എന്നത് ഇവരുടെ ഏറ്റവും വലിയ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ അദാനി അംബാനിമാരുടെ കൈകടത്തിലുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി
സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.